ഇപ്പോൾ ശ്രീ എ റഹീം എം പി കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ അടിച്ചിരിക്കുകയാണ്. ശ്രീ എ റഹീം, നിങ്ങളടക്കം പാർലമെന്റിൽ ഈ വിഷയം ശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിനടക്കം നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഈ വിഷയം തീർച്ചയായും അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഉറപ്പിലല്ലേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്? തീർച്ചയായും പാർലമെന്റിൽ രാജ്യസഭയിൽ ഇന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നത് മാത്രമല്ല, ഇപ്പൊ അതിനു മുമ്പ് പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പാർലമെന്റ് കവാടത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷ എംപിമാർ ഇടതുപക്ഷ എംപിമാർ പ്രതിഷേധം നടത്താനും പോവുകയാണ്. ഇപ്പൊ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഗൗരവമായൊരു വിഷയം ഉണ്ടായിട്ട് നമുക്ക് കേരളത്തിൽ ഇത് വലിയ ബേണിംഗ് ന്യൂസായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതൊരു സർവ്വസാധാരണമായ സംഭവമായി, സ്വാഭാവിക സംഭവമായിട്ടാണ് പരിഗണിക്കുന്നത് എന്ന അപകടം കൂടി കാണണം. അത് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നായാലും ശരി, മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്നായാലും ശരി, എല്ലാം. കാരണം എന്താണ്? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ദളിതരും ആക്രമിക്കപ്പെടേണ്ടവരാണ്, അവർ പൊതുവിചാരണയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു പൊതുബോധം ഏറെക്കാലമായി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് വളരെ ആപൽക്കരമാണ്. ആ പൊതുബോധ നിർമ്മാതാക്കളാണ്, ഇവരെയെല്ലാം വേട്ടയാടുന്നവരാണ് കേരളത്തിൽ പള്ളികളിൽ കുരുത്തോല പെരുന്നാളിന് അഭിനയിക്കാൻ വേണ്ടി വരുന്നത്. അവരാണ് കേരളത്തിൽ അത്താഴ വിരുന്നുകൾ ഉണ്ടാക്കി ക്രൈസ്തവ മേലധികാരികളെയെല്ലാം കണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് എന്ന ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ പൊളിറ്റിക്സ് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മുസ്ലിം വിരുദ്ധമാണ്, അത് ക്രൈസ്തവ വിരുദ്ധമാണ്, അത് ദളിത് വിരുദ്ധമാണ്. ആ വിരുദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം. കേരളത്തിൽ തന്നെ നിലയ്ക്കൽ സമരം നമ്മുടെ മനസ്സിലുണ്ട്. നിലയ്ക്കൽ സമരം ഓർമ്മയുണ്ടാകും. അത് ക്രൈസ്തവ വിരുദ്ധ മൂവ്മെന്റ് ആയിരുന്നു സംഘപരിവാറിലത്. വലിയ കലാപതുല്യമായ സംഭവങ്ങൾ 80കളിൽ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതേ യഥാർത്ഥത്തിൽ BJP ഇതൊക്കെയാണ് ഈ കാണുന്നതാണ്. അത് ഛത്തീസ്ഗഡിൽ കണ്ടതാണ്. ഇപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ ജയിലിൽ കിടക്കുന്ന പുരോഹിതരുണ്ട്, പാസ്റ്റർമാരുണ്ട്, അങ്ങനെ ഒട്ടേറെ പേരുണ്ട്, മറ്റ് വിശ്വാസികളുണ്ട്. ഒരു കാര്യം നോക്കിയാൽ കാണാൻ കഴിയും, BJP ഗവൺമെന്റ് ഡബിൾ എഞ്ചിൻ സർക്കാർ, സോക്കോൾഡ് ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള എല്ലാ സ്റ്റേറ്റിലും അവർ ചെയ്യുന്നത് ആന്റി കൺവേർഷൻ ലോ ഉണ്ടാക്കുക. ആ ലോ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്, അത് ഭരണഘടനാ വിരുദ്ധം കൂടിയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഇപ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമം. അതെ 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 മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കുന്നു. ഒരു നിയമം ഇപ്പോ പോലീസിന്റെ ചെയ്തികൾക്ക് ഒരു നിയമ പരിരക്ഷയുണ്ടാകുന്നു. പിന്നെ ആ പോലീസിനെ സഹായിക്കുന്നവരായി ഈ ബജ്രംഗ് ദൾ പോലുള്ള സംഘപരിവാറിന്റെ മറ്റ് സംഘപരിവാർ ഓർഗനൈസേഷൻസ് മാറുകയാണ്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ, ഉളുപ്പുണ്ട് എങ്കിൽ കേരളത്തിൽ ഈ ക്രൈസ്തവ പ്രണയം നടിച്ച് നടക്കുന്നവർ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാവണം, മാപ്പ് പറയാൻ തയ്യാറാകണം, ആ നാട്യമെങ്കിലും അവസാനിപ്പിക്കാൻ തയ്യാറാകണം. നിങ്ങളെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല, കാരണം ഇത് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെയും നിങ്ങളുടെ നയത്തിന്റെയും ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്യങ്ങൾ, നാടകങ്ങൾ അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നിങ്ങൾ ആലോചിക്കണം, ഈ നിമിഷം വരെ ഇത് സംബന്ധിച്ച് വാ തുറന്നിട്ടില്ല. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സംസാരിച്ചിട്ടില്ല. രാജ്യസഭയിലെ CPIM-ന്റെ നേതാവ് ശ്രീ ജോൺ ബ്രിട്ടാസ്, ഞാന്, മറ്റ് ഇടതുപക്ഷ എംപിമാർ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ എംപിമാർ ഒക്കെ അദ്ദേഹത്തിന് കത്തയച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കത്തയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ തന്നെ ഒരു സെന്റിമെന്റ്സ്, മുഖ്യമന്ത്രി കേരളത്തിന്റെ ആകെ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിലാണല്ലോ അയക്കുന്നത്, രാഷ്ട്രീയമായല്ല. അപ്പോ ആസ് എ ഹോൾ കേരളത്തെ റെപ്രസെന്റ് കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കത്തിലൂടെയെങ്കിലും ഒരു മറുപടി, ഒരു പ്രതികരണം, ഒരു ആശ്വാസ വാക്ക് ഇല്ല. എന്തുകൊണ്ട്? അത് നടക്കാത്തതിന്റെ കാരണം അതവരുടെ പൊളിറ്റിക്കലായ തീരുമാനത്തിന്റെ ഭാഗമാണ്. BJP-യുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഈ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. BJP-യുടെ കപട ക്രൈസ്തവ സ്നേഹം വെളിവാക്കുന്നതാണ് ഇത്. അവിടെ ശ്രീ റഹീം, ഇപ്പൊ താങ്കൾ പറഞ്ഞ രാഷ്ട്രീയ കപടതയുണ്ടല്ലോ BJP-യുടെ ഭാഗത്തു നിന്ന് വരുന്നത്, അത് തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ വൈകിട്ടുണ്ടോ? ഇന്ന് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ദീപികയിൽ വളരെ പ്രധാനപ്പെട്ട മുഖപ്രസംഗം വന്നിട്ടുണ്ട്. സഭയുടെ മുഖപത്രമാണല്ലോ. അവർ പറയുന്നത് കേരളത്തിൽ മാത്രമാണ് മതന്യൂനപക്ഷങ്ങൾക്ക്, ക്രൈസ്തവർക്ക് സുരക്ഷയുള്ളത്, പുറത്തിറങ്ങിയാൽ തിരുവസ്ത്രം ധരിച്ച് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കേരളത്തിലെ BJP-യുടെ ക്രൈസ്തവ സ്നേഹം ഇരട്ടത്താപ്പാണ് എന്നിന്ന് സഭയുടെ മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചറിവ് വൈകിപ്പോകുന്നുണ്ടോ? അല്ല, വൈകിപ്പോവല്ല. ഇത് പലതരത്തിലാണ്. ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവരെ പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവർ അതിനൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നത്. എന്തായാലും കേരളത്തിന്റെ പൊതു മനസാക്ഷി ഇത് കാണണം. ഇത് ഒരു ക്രൈസ്തവരുടെ പ്രശ്നം മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. മുസ്ലിങ്ങൾ
ഉൾപ്പെടെയുള്ള മറ്റു മതന്യൂനപക്ഷങ്ങൾ പ്ലസ് ദളിതർ അങ്ങനെയുള്ള എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെക്കെതിരെയുമുള്ള സംഘപരിവാറിന്റെ നീക്കമായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഇതാണ് സംഘപരിവാർ. ഇവിടെ കേരളം മാത്രമാണ് സുരക്ഷിതത്വമുള്ളൊരു നാട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് കേരളത്തിലെ ഇടതുപക്ഷ സാന്നിധ്യമാണ്. ഈ പറയുന്ന BJP ഇപ്പോൾ അഴിഞ്ഞാടുന്ന എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് സജീവമായിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോഴും ഞങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസ് വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെയുള്ള കോൺഗ്രസിന്റെ നിലപാടാണ്. ഇപ്പൊ കേരളത്തിലെ ശ്രീ കെ സി വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസിന്റെ എംപിമാരും ഇതിൽ പ്രതികരിക്കുന്നു. ഫൈൻ. ഞാൻ ചോദിക്കുന്നതല്ല, അവിടെ ഒരു ഘടകമുണ്ടല്ലോ, നിങ്ങളുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്, ശക്തിയുള്ള ഇടമാണ്. ഹലോ ശ്രീ റഹീം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡൊക്കെ കോൺഗ്രസിന് വളരെയധികം ശക്തിയുള്ള നല്ല രീതിയിൽ അത്യാവശ്യം സംവിധാനമുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. അതെ, ഞാൻ പറഞ്ഞത് അവിടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ അവിടെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നടു റോഡിൽ ഈ 2 ക്രൈസ്തവരെ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് പരസ്യമായി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അരുതെന്ന് ചോദിക്കാനും പറയാനും അവിടെ നട്ടലുള്ള കോൺഗ്രസുകാർ ഒരാൾ പോലും ഇല്ലായിരുന്നല്ലോ. ഒരാളില്ലല്ലോ. കേരളത്തിൽ ഇത് നടക്കും. കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ സംഘപരിവാറുകാർ പണി ചെയ്താൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ CPIM-ന്റെയും DYFI-യുടെയും എല്ലാം സാന്നിധ്യം പ്രസക്തമാകുന്നത് എന്നത്? അവിടെ ഒരാഹ്വാനവും ഇല്ലാതെ അവർ പോയി പ്രതിരോധിക്കും. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഈ പറയുന്ന എത്രയോ സ്റ്റേറ്റുകളിൽ പള്ളികൾ ആക്രമിക്കുന്നു, അവിടെയെല്ലാം സംഘപരിവാർ അഴിഞ്ഞാടുന്നു. ഇവിടെ കോൺഗ്രസിന് ഇപ്പൊ നടത്തുന്ന പ്രൊട്ടസ്റ്റിലും അതേനെ ഞാൻ പറയുന്നത്, ഈ കേരളത്തിൽ നിന്ന് കത്തെഴുതി പ്രചരിക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് കോൺഗ്രസിന് താല്പര്യവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ അവിടെ ഫീൽഡിൽ ഇറങ്ങാൻ 10 കോൺഗ്രസ്സുകാരെ പറഞ്ഞയച്ചിട്ട് വേണം ഇവിടെ വരാൻ. അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് നിലപാടെടുക്കുക. ആ നിലപാട് കൂടി കാണിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ആത്മാർത്ഥതയുള്ള സമീപനമല്ല. ആത്മാർത്ഥതയുള്ളതാകണമെങ്കിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഫീൽഡിൽ ഇറങ്ങണം. കോൺഗ്രസിനോട് പ്രതിരോധിക്കാൻ കൽപ്പില്ലേ? ഇല്ലെങ്കിൽ അത് പറയണം, ഞങ്ങൾ അവിടെ അശക്തരായി പോയി, ഇനി നമുക്ക് രക്ഷയില്ല അവിടെ എന്ന് പറയണം. നിങ്ങൾ അവിടെ എല്ലാം വലിയ സംഭവമാണെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് അവിടെ എല്ലാം ഞങ്ങളെക്കാൾ സാന്നിധ്യവുമുണ്ട്. എങ്കിൽ നിങ്ങൾ എവിടെ കണ്ടില്ലല്ലോ? കേരളത്തിൽ ഇതിന് സമാനമായൊരു സംഭവം ഉണ്ടായാൽ കേരളത്തിൽ DYFI ഇറങ്ങും, CPIM ഇറങ്ങും. ഒരു ആഹ്വാനവുമില്ലാതെ ഞങ്ങൾ കാവൽ നിൽക്കും. അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡെഡിക്കേഷനാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെയും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ, ദളിതർ വേട്ടയാടപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നിർവഹിക്കുന്നില്ല? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ റഹീം. ഓക്കെ, താങ്ക് യു. ഈ അവസരത്തിൽ നമ്മളോട് സംസാരിച്ചത്. എനിക്കറിയാം തിരക്കുണ്ട്, വിഷയ ഷൗക്കിലേക്ക് പ്രതിഷേധത്തിന് പോകണമെന്നറിയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ റഹീം MP ആണ് നമ്മളോട് സംസാരിച്ചത്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർലമെന്റിനും പുറത്തും ഇടതുപക്ഷം അത് ഉയർത്തും. ഒപ്പം തന്നെ കോൺഗ്രസ് അവർക്ക് ശക്തിയുള്ള ഈ പ്രദേശങ്ങളിൽ, ഛത്തീസ്ഗഡിലടക്കം ഇടതുപക്ഷത്തെക്കാൾ വലിയ പ്രാധാന്യമുള്ള ആളുകളാണല്ലോ അവർ. എന്തുകൊണ്ട് അവർ അവിടെ ഫീൽഡിൽ ഇറങ്ങി ഇത് ഇവിടെ അനുവദിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാത്തത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം റഹീം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പാർലമെന്റിനകത്ത് അടിയന്തര പ്രമേയത്തിന് നേതാക്കൾ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. സ്വാഭാവിക ഗതിയിൽ BJP സർക്കാരിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ പ്രമേയങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇടതുപക്ഷം ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് മുൻപിലേക്ക് വയ്ക്കുന്നത്.